Cinema Talk is sponsored by Kollam Supreme 1 gram Grandeur, Trivandrum, Kollam and Ernakulam. അനിമേഷന്റെ അത്ഭുതകരമായ ലോകം മനുഷ്യ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും പുതിയ മുഖമാണ് അനിമേഷൻ. അത് ചിത്രകാരന് മനോധർമ്മം പോലെ പാത്രസൃഷ്ടി നടത്തുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. Francesco! McQueen, I thought you were a stop sign. Ah, cool. Here in the millions of years to adapt to the harsh environment. Ow! What was that for? You're a stranger. Strangers don't last long here. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അനിമേഷനെ കുറിച്ചാണ്. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് മനുഷ്യന് എല്ലാ കാലവും ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. എല്ലാ മനുഷ്യനും ദിവസത്തിൻ്റെ നമ്മുടെ സമയത്തിൻ്റെ അല്പഭാഗം, പിന്നീട് നമ്മുടെ പണത്തിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും എന്നും മാറ്റിവെക്കുന്നൊരു കാര്യമാണ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതിൽ നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് കലകളുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ചിത്രകലയായാലും ശില്പകലയായാലും സംഗീതം, നൃത്തം, തിയേറ്റർ, നാടകം തുടങ്ങി ഒരുപാട് കലാരൂപങ്ങൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതിനൊക്കെ ഉപരി ഇതിൻ്റെ എല്ലാം സമ്മേളിത രൂപമായ ഈ പറഞ്ഞ ആർട്ട് ഫോംസിൻ്റെ എല്ലാം സമ്മേളിത രൂപമായ സിനിമ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ രസിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ നമ്മെ ആകർഷിച്ച കലാരൂപം. കാരണം സിനിമയിലെ തന്നെ ആക്ഷൻ, അഡ്വഞ്ചർ, ഫാൻറ്റസി, സയൻസ് ഫിക്ഷൻ പോലുള്ള ഘടകങ്ങൾ നമ്മുടെ ആസ്വാദന തലത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകും. എന്നാൽ ഈ ആസ്വാദന തലത്തിൻ്റെ അങ്ങേ അറ്റത്തിനും അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മഹത്തായ കലാരൂപമാണ് അനിമേഷൻ എന്നത്. കാരണം അസാധ്യമായതെന്തോ അത് സാധ്യമാക്കുന്നു അനിമേഷൻ. അനിമേഷൻ എന്ന കലയെക്കുറിച്ച് നമ്മളിൽ പലർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ഒരു വ്യക്തമായ ധാരണയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് വളരെ അടുത്ത കാലത്തായി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു വനിതാ പ്രസിദ്ധീകരണത്തിൽ ഒരു അനിമേഷൻ ഷോയെക്കുറിച്ച് വന്നൊരു ആർട്ടിക്കിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി എന്തെങ്കിലും അനിമേഷൻ ചിത്രങ്ങൾക്ക് ഓസ്കാർ ലഭിക്കുന്ന ഒരു സമയം വന്നേക്കാം, ഒരു കാലം വന്നേക്കാം എന്ന്. പക്ഷേ ഇതെഴുതിയ എഴുത്തുകാരിയോട് അല്ലെങ്കിൽ എഴുത്തുകാരനോട് പറയാനുള്ളത്, ലോകത്തിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ഓസ്കാറിന് അനിമേഷൻ ചിത്രങ്ങളും പരിഗണിക്കാറുണ്ട്, അതിന് ഓസ്കാറുകൾ കിട്ടാറുണ്ട്. മാത്രമല്ല, എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ തവണ ഓസ്കാർ ലഭിച്ചിരിക്കുന്ന വ്യക്തി അനിമേഷൻ ചലച്ചിത്രകാരനായ വാൾട്ട് ഡിസ്നി തന്നെയാണ്. ബാംബിയിലൂടെയും ജംഗിൾ ബുക്കിലൂടെയും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ വാൾട്ട് ഡിസ്നി. പീറ്റർ മാർക്ക് റോജറ്റ് എന്ന് പറയുന്ന ആൾ കണ്ടെത്തിയ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് സിനിമയ്ക്ക് ആധാരമായ ശാസ്ത്രീയമായ തത്വം. ഇത് ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കൺമുന്നിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞാലും ഒരു സെക്കൻഡിൻ്റെ ഒരല്പസമയം കൂടി നമ്മുടെ കണ്ണിൽ അത് തങ്ങി നിൽക്കുന്ന ഒരു ഇലൂഷൻ സൃഷ്ടിക്കുന്ന കാര്യമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇതിൽ നിന്നും സിനിമ ഉണ്ടാകുന്നതെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സിനിമയിൽ ശരിക്കും റെക്കോർഡിംഗ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കുന്നത് ഈ ഫിലിമിലേക്ക് സെക്കൻഡിൽ 24 ഫ്രെയിംസ് തുടർച്ചയായി ക്യാപ്ചർ
ചെയ്യപ്പെടുമ്പോഴാണ്. ക്യാപ്ചർ ചെയ്ത് പിന്നീട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്താണ് സിനിമ ഉണ്ടാകുന്നത്. Yeah, with just the bare necessities of life. Beautiful. That's real doo-be-doo. Do. Ouch! Why? സിനിമയിൽ 24 ഫ്രെയിംസ് റിപ്പീറ്റ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു സെക്കൻഡ് നേരത്തെ സിനിമ ചലിക്കുന്നത്. പക്ഷേ അനിമേഷനിൽ നമ്മൾ കൃത്രിമമായി വരച്ചോ അല്ലാതെയോ കൃത്രിമമായി ഈ 24 ഫ്രെയിംസും കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയാണ്. ഇതിനുള്ള മറ്റൊരു സൗകര്യം എന്ന് പറയുന്നത് 24 ഫ്രെയിംസും വരച്ചുണ്ടാക്കാതെ 12 ഫ്രെയിംസ് വരച്ചതിന് ശേഷം ഇതിൻ്റെ റിപ്പീറ്റ് കാണിക്കാൻ ഉള്ള സൗകര്യം അനിമേഷനുണ്ട്. വരച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന കഥാപാത്രത്തിൻ്റെ ചലനങ്ങളെ 24 ഫ്രെയിം ബൈ ഫ്രെയിം ഓടിച്ച് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു സെക്കൻഡ് സമയത്തെ അനിമേഷൻ സിനിമ ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഈ ജീവനില്ലാത്ത വരകൾ മാത്രമായിരുന്ന കഥാപാത്രങ്ങൾ ചലിച്ചു തുടങ്ങുന്നത്. അതുതന്നെയാണ് അനിമേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥവും. ഗിവ് ലൈഫ് അഥവാ ജീവൻ നൽകുക. നിശ്ചല ചിത്രങ്ങളെ ചലിപ്പിച്ച് കാണാനുള്ള മനുഷ്യൻ്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഏകദേശം 35,000 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടിരിക്കുന്ന അൾട്ടാമിറ കേവ്, സ്പെയിനിലെ അൾട്ടാമിറ കേവിൽ രചിക്കപ്പെട്ട ചുവർ ചിത്രത്തിൽ ഒരു പന്നിക്ക് ചിത്രകാരൻ ചിത്രീകരിച്ചിരിക്കുന്നത് 4 ജോഡി കാലുകളാണ്. അദ്ദേഹം ഇത് ചെയ്ത പ്രാചീന കലാകാരൻ ഉദ്ദേശിച്ചത് ഓടിപ്പോകുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന പന്നിയുടെ ചലനത്തിൻ്റെ ചിത്രീകരണമാകാം. അന്ന് മുതലേ അനിമേഷൻ എന്ന് പറയുന്ന ഒരു കലയോടുള്ള ഒരു ടെൻഡൻസി, മനുഷ്യൻ്റെ ഒരു താല്പര്യം നമുക്ക് ഇതിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷമാണ് പിന്നീട് 1600 BC ഈജിപ്തിൽ ഏതോ ഒരു ഫറോവ നിർമ്മിച്ച ഒരു ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ അവിടുത്തെ ആ ദേവതയുടെ ചലനത്തിൻ്റേതായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള കുറേ ഡ്രോയിങ്സ് അത് ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് ശരിക്കും ഇതിന് അനിമേഷൻ സംഭവിക്കുന്നത് ആ ദേവത ചലിക്കുന്നതായി തോന്നുന്നത് അതുവഴി പോകുന്ന കുതിരപ്പടയാളികൾക്കാണ്. കുതിരപ്പുറത്ത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരപ്പടയാളികൾക്ക് ഈ ദേവതയുടെ ചലനമാണ് അല്ലെങ്കിൽ നൃത്തരൂപമാണ് കാണാൻ സാധിക്കുക. പിന്നീട് ഇങ്ങോട്ട് ഈ റോജറ്റ് തിയറിയെ ബേസ് ചെയ്തിട്ട് നിരവധി പല കാലഘട്ടങ്ങളിലായി നിരവധി പരീക്ഷണങ്ങൾ വന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് തൗമാത്രോപ്പ് എന്ന് പറയുന്ന ഇതാണ് സംഗതി. ഇതിൻ്റെ ഒരു വശത്ത് ഈ കാർഡ്ബോർഡ് കൊണ്ടാണ് കാർഡ്ബോർഡ് ഡിസ്ക് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുക. 2 വശത്തും ചരടുണ്ട്. ഒരു വശത്ത് ഒരു കിളിയാണ്, അതിൻ്റെ മറുവശത്ത് ഒരു പക്ഷിക്കൂടും ചിത്രീകരിച്ചിരിക്കുന്നു. എന്നിട്ട് ഇത് വെച്ചിട്ട് കുറേ കറക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള ചലനങ്ങൾ തുടർച്ചയായിട്ട് കാണുന്ന ഒരു പക്ഷിയുടെ വശം നമ്മൾ കണ്ടു തീരുന്നതിന് മുമ്പാണ് തൊട്ടടുത്ത സൈഡിൽ പക്ഷിക്കൂട് നമ്മൾ കാണുന്നത്. ഇത് വേഗത്തിൽ കറങ്ങുന്ന സമയത്ത് ഈ പക്ഷിക്കൂടിലായതുപോലെയുള്ളൊരു ഇലൂഷൻ സൃഷ്ടിക്കപ്പെടുന്നു. അനിമേഷൻ്റെ ഒരു ആദ്യകാല ഫോം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നൊരു സമ്പ്രദായം. ഒരു ബുക്കിൻ്റെ ഓരോ പേജിൻ്റെ എഡ്ജിൽ പ്രോഗ്രസീവായിട്ടുള്ള ഡ്രോയിങ്സ് വരച്ചിട്ട് ഫ്ലിപ്പ് ചെയ്ത് അനിമേഷൻ ഫീൽ ചെയ്യിക്കുന്ന ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നൊരു സമ്പ്രദായം വന്നു. ഇത് അക്കാലത്ത് ലോകത്താകമാനം ശരിക്കും പ്രചരിക്കുകയും പ്രത്യേകിച്ച് കുട്ടികളെ കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്തൊരു കാര്യമാണ് ഫ്ലിപ്പ് ബുക്ക്. ഈ ഫ്ലിപ്പ് ബുക്കിൻ്റെ തിയറിയിൽ തന്നെയാണ് ഫ്ലിപ്പ് ബുക്കിൻ്റെ പേജുകൾ ഫ്ലിപ്പ് ചെയ്യുന്ന അതേ പാറ്റേണിൽ തന്നെയാണ്, അതേ രീതി തന്നെയാണ് ഇപ്പോഴും 2D അനിമേറ്റർ
കാണുന്ന ഒരു രീതിയിലേക്ക് അനിമേഷനെ വളർത്തിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് മാറ്റിമറിച്ചത് തീർച്ചയായും വാൾട്ട് ഡിസ്നി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മോഡേൺ അനിമേഷൻ്റെ പിതാവ് എന്ന രീതിയിൽ വാൾട്ട് ഡിസ്നി അറിയപ്പെടുന്നത്.